How are you all? Welcome to another episode of English with Habish. So today we are going to take a look into yes or no questions. Okay. So ഇന്ന് നമ്മൾ yes or no questions ഉണ്ടാക്കുന്നത് do, does, did, will എന്നീ auxiliaries കൊണ്ടാണ്. എന്താണ് yes or no questions എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഒന്നെങ്കിൽ yes അല്ലെങ്കിൽ no വെച്ചാണ് തുടങ്ങുന്നതെങ്കിൽ അതിനെ നമ്മൾ yes or no questions എന്ന് വിളിക്കും. Okay. ടീച്ചർ സ്റ്റുഡൻസിനോട് എല്ലാവരോടും ചോദിക്കുകയാണ്, നിങ്ങൾ ദിവസവും വീട്ടിൽ നിന്ന് പഠിക്കാറുണ്ടോ? ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഉത്തരം ഒന്നെങ്കിൽ യെസ് അതെ ഞങ്ങൾ പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ നോ ഞങ്ങൾ പഠിക്കാറേ ഇല്ല എന്നായിരിക്കും ഉത്തരം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ ദിവസവും വീട്ടിൽ നിന്ന് പഠിക്കാറുണ്ടോ? സോ എവറി ഡേ, ദിവസവും, ഇതൊക്കെ സിമ്പിൾ പ്രസൻറ്റിൻ്റെ റൊട്ടീൻ ആക്ഷനിൽ വരും. സോ ആദ്യം നമ്മൾ അത് മനസ്സിലാക്കാം. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിൻ്റെ ഏത് ഓക്സിലറി ആണ് ഉപയോഗിക്കേണ്ടതെന്ന് നമ്മൾ അടുത്തതായി മനസ്സിലാക്കണം. സബ്ജക്റ്റ് നിങ്ങളാണ്, ദാറ്റ് ഈസ് യു. ഓക്കെ, യു ആകുമ്പോൾ റൈറ്റ് സൈഡിൽ നോക്കൂ, പ്ലൂറൽ സബ്ജക്റ്റ് ഐ, യു, ദേ, വി, ഡു, ഇവർക്കൊക്കെ വേണ്ടത് ഡു എന്ന ഓക്സിലറിയാണ്. പിന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ മെയിൻ ഒരു റൂൾ എന്താണെന്ന് വെച്ചാൽ ദ ഓക്സിലറി ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ദ ബിഗിനിങ്. അപ്പോൾ ആദ്യം നമ്മൾ ഡു ഇട്ടു, അതിനുശേഷം നമ്മൾ യു പറഞ്ഞു, പിന്നെ സ്റ്റഡി ഫ്രം ഹോം എവറി ഡേ. ഇതിൻ്റെ പാറ്റേൺ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യം ഓക്സിലറി, അതിനുശേഷം സബ്ജക്റ്റ്, മെയിൻ വേർബ്. ഇത് നമ്മൾ ഷോർട്ടായിട്ട് ASM, ഓസം എന്ന് വിളിക്കാം. ഡു യു സ്റ്റഡി ഫ്രം ഹോം എവറി ഡേ. കൂടുതൽ എക്സാമ്പിൾസ് കാണുമ്പോൾ കുറച്ചും കൂടെ വ്യക്തത വരും. സോ ജോണിക്കുട്ടൻ ഉത്തരം പറഞ്ഞു, യെസ് ഐ സ്റ്റഡി ഫ്രം ഹോം എവറി ഡേ. അതെ ഞാൻ ദിവസവും വീട്ടിൽ നിന്ന് പഠിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ പഠിക്കാറുണ്ട്. സോ അവൻ ഉത്തരം നൽകിയിരിക്കുന്നതും സിമ്പിൾ പ്രസൻറ്റിലാണ്, സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. അടുത്തതായി ജോണിയോട് ടീച്ചർ ചോദിക്കാം, നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും എങ്ങനെയുണ്ട്? അവർ നിന്നോടൊപ്പമാണോ താമസിക്കുന്നത്? സോ ക്വസ്റ്റ്യൻ ഇതാണ്, അവർ നിന്നോടൊപ്പമാണോ താമസിക്കുന്നത്? സോ ഇതൊരു പെർമനൻറ്റ് സിറ്റുവേഷൻ ആണ്, അതുകൊണ്ട് ഇത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആകും. പിന്നെ സബ്ജക്റ്റ് കണ്ടുപിടിക്കാം. ഇവിടെ സബ്ജക്റ്റ് ദേ ആണ് അല്ലേ, അവർ ദേ. സോ ദേ ആയതുകൊണ്ട് ഡു എന്ന ഓക്സിലറിയാണ് ഉപയോഗിക്കേണ്ടത്. സോ ആദ്യം നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഡൂന് പിടിച്ചിട്ട് ആദ്യം ഫ്രണ്ടിലിട്ടു. അതിനുശേഷം ദേ, അവർ, ലിവ്, താമസം, വിത്ത് യു. സോ വീണ്ടും നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന് ഒരു ഫോർമാറ്റ് ഉണ്ട്, ഓസം, ഓക്സിലറി, സബ്ജക്റ്റ്, മെയിൻ വേർബ്. അങ്ങനെ ജോണി ഉത്തരം നൽകി, യെസ് ദേ ലിവ് വിത്ത് അസ്. അതെ അവർ ഞങ്ങളോടൊപ്പം താമസിക്കുന്നു. ആ ഉത്തരവും സിമ്പിൾ പ്രസൻറ്റിലാണ് കൊടുത്തിട്ടുള്ളത്, പെർമനൻറ്റ് സിറ്റുവേഷൻ എന്ന രീതിയിൽ, സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. അടുത്തതായി ടീച്ചർ ജോണിയോട് ചോദിക്കുകയാണ്, നിന്റെ ഗൃഹപാഠത്തിൽ അമ്മ നിന്നെ സഹായിക്കാറുണ്ടോ? സോ ക്വസ്റ്റ്യൻ ഇതാണ്, നിന്റെ ഗൃഹപാഠത്തിൽ അമ്മ നിന്നെ സഹായിക്കാറുണ്ടോ? ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. സോ ഇതൊരു ജനറൽ ട്രൂത്ത് ആയിട്ട് നമുക്ക് കരുതാൻ വേണമെങ്കിൽ സിമ്പിൾ പ്രസൻറ്റ് കീഴിൽ നമ്മളെ കൊണ്ടുവരാം. സോ സബ്ജക്റ്റ് എന്താണ്? അമ്മയാണ്. അമ്മ ഈസ് സിംഗുലർ അല്ലേ, അതുകൊണ്ട് നമ്മൾ ഡസ് എന്ന ഓക്സിലറി, സിംഗുലർ സബ്ജക്റ്റ് ഹി, ഷീ, ഇറ്റിനൊക്കെ ഡസ് എന്ന ഓക്സിലറിയാണ് വേണ്ടത്. സോ ആസ് പെർ റൂൾ നമ്മൾ ഡസ്സിന് ആദ്യം ഇട്ടു. യുവർ മദർ, നിന്റെ മാതാവ്. ഹെൽപ്പ് യു വിത്ത് യുവർ ഹോംവർക്ക്. സോ നമ്മുടെ ഫോർമാറ്റ് ഇതാണ്, സിൻടാക്സ് ഇതാണ്, ഡസ് യുവർ മദർ ഹെൽപ്പ്, auxiliary, subject, main verb. So don't forget this code. എപ്പോഴും നിങ്ങൾ ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ സിമ്പിൾ ടെൻസസിൽ നിങ്ങൾ ഓസംനെ ഫോളോ ചെയ്യണം. ഓക്കെ, ആൻഡ് ദെൻ യു ക്യാൻ ബി ഓസം ടു. എന്നിട്ട് ജോണി ഉത്തരം നൽകുന്നു. ഓക്കെ, സത്യമാണോ ആവോ? നോ ഷീ ഡസ് നോട്ട് ഹെൽപ്പ് മീ വിത്ത് മൈ ഹോംവർക്ക്. സി, ഇല്ല അവർ എൻ്റെ ഗൃഹപാഠത്തിൽ എന്നെ സഹായിക്കാറില്ല. ഓക്കെ, സോ സബ്ജക്റ്റ് പ്ലസ് ഡസ് നോട്ട് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. സോ ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നോ എന്ന് പറഞ്ഞതിന് ശേഷം ആ സെൻറ്റൻസിൽ, സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസിൽ ഡസ് പ്ലസ് നോട്ട് ചേർക്കുക. അപ്പോൾ അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടോമും ജാക്കും ഫുട്ബോൾ കളിക്കാറുണ്ടോ? സോ ഈ ചോദ്യം വരുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ കീഴിലാണ്. സോ നമ്മൾ ഓക്സിലറീനെ കണ്ടുപിടിക്കാം. ഓക്സിലറി ഡു ആണ്, ബിക്കോസ് ദ സബ്ജക്റ്റ് ഇസ് പ്ലൂറൽ, റൈറ്റ്? ടോമും ഉണ്ട്, ജാക്കും ഉണ്ട്, രണ്ട് പേരുണ്ട്. ഓക്കെ, സോ ആദ്യം നമ്മൾ ഡൂനെ പിടിച്ചിട്ടും
എന്നിട്ട് ടോം ആൻഡ് ജാക്ക് സബ്ജക്റ്റിനെ ഇടും, അതിനുശേഷം വേർബിനെ ഇടും പ്ലേ, അതിനുശേഷം ഫുട്ബോൾ. സോ സെയിം അവർ ഫോർമാറ്റ് ഈസ് റെഡി. ഡു ടോം ആൻഡ് ജാക്ക് പ്ലേ ഫുട്ബോൾ? ഓസം. No, they do not play football. So plural subjectന്റെ കൂടെ do plus not ഇടുക, നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തതായി ടീച്ചർ ചോദിക്കുകയാണ്, ഇന്നലത്തെ ഗൃഹപാഠം എഴുതിയോ? ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്നലത്തെ ഗൃഹപാഠം എഴുതിയോ? ഒബ്വിയസ്ലി ഇന്നലത്തെ കാര്യമാണ്. സോ ദിസ് ഇസ് ഇൻ ദ പാസ്റ്റ് ടെൻസ്. സോ പാസ്റ്റ് ടെൻസിന് നമ്മൾ ഏത് ഓക്സിലറിയാണ് ഉപയോഗിക്കേണ്ടത്? ഡിഡ് ആണ്. സബ്ജക്റ്റ് ഏതുമായിക്കോട്ടെ, സബ്ജക്റ്റ് ഏതുമായിക്കോട്ടെ, നമ്മൾക്ക് ഓക്സിലറി വേണ്ടത് ഡിഡ് ആണ്. ഓക്കെ, സിമ്പിൾ പ്രസന്റ് പോലെ മാറി മാറി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സോ ആദ്യം നമ്മൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ നിയമപ്രകാരം ഡിഡ് നമ്മൾ അവിടെ പ്ലേസ് ചെയ്തു, അതിനുശേഷം സബ്ജക്റ്റ് പ്ലേസ് ചെയ്തു, അതിനുശേഷം മെയിൻ വേർബ്. പക്ഷേ അത് റോട്ടല്ല, അത് റൈറ്റ് ആണ്. ഇത് പാസ്റ്റ് ടെൻസ് ആണ്, ഇന്നലത്തെ കാര്യമാണ് പറയുന്നത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ റോട്ടല്ല വന്നത്, റൈറ്റ് ആണ് വന്നത്. ഓക്കെ, യെസ്റ്റർഡേസ് ഹോംവർക്ക്. സോ നമ്മുടെ ഫോർമാറ്റ് ഡിഡ് യു റൈറ്റ് യെസ്റ്റർഡേസ് ഹോംവർക്ക്? Auxiliary subject main verb. It applies here also in the past tense also. So എന്തുകൊണ്ട് അവിടെ റൈറ്റ് വന്നു? നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ഓക്സിലറി ഡിഡ് ആണ്. ഓക്കെ, ഡിഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണെന്ന് നമ്മൾക്ക് മനസ്സിലാവും. ഒരു സെന്റൻസ് വായിക്കുമ്പോൾ ഡിഡ് യു റൈറ്റ് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഡിഡ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് പാസ്റ്റ് ടെൻസ് ആണെന്ന്. അപ്പോൾ നമ്മൾക്ക് ഓൾറെഡി നമുക്ക് ഈ കാര്യം മനസ്സിലായ സ്ഥിതിക്ക് വീണ്ടും റോട്ട് എന്ന് പറയേണ്ടത് ആവശ്യമില്ല. സോ ഒരിക്കൽ ഡിഡ് എന്ന് തുടക്കത്തിൽ വരുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും ഇത് പാസ്റ്റ് ടെൻസ് ആണെന്ന്. സോ അതിനുശേഷം നമ്മൾ V1 ഫോം ഉപയോഗിച്ചാൽ മതി. സോ ആദ്യം നമ്മൾ ഡിഡ് ഉപയോഗിക്കും, അതിനുശേഷം സബ്ജക്റ്റ് ഉപയോഗിക്കും, അതിനുശേഷം നമ്മൾ V1 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഒരുപാട് പേർ തെറ്റ് വരുത്തുന്നത് അവിടെയാണ്. ഡിഡ് യു റോട്ട് യെസ്റ്റർഡേസ് ഹോംവർക്ക് എന്ന് പറയും. പക്ഷേ ഞാൻ വീണ്ടും പറയാണ്, നമ്മൾ ഡിഡ് എന്നൊരു ഓക്സിലറി അവിടെ ഉള്ളത് കൊണ്ടും ഡിഡ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ആണെന്ന് തെളിച്ച് നമുക്ക് മനസ്സിലാവുന്നത് കൊണ്ടും നമുക്ക് പിന്നെ വേർബിൻ്റെ ബേസ് ഫോം തന്നെ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, സോ ജോണി ഉത്തരം നൽകുന്നു, യെസ് ഐ റോട്ട് യെസ്റ്റർഡേസ് ഹോംവർക്ക്. ഇവിടെ റോട്ടാണ് വരുന്നത്. ഓക്കെ, കാരണം എന്താണ്, ഈ റോട്ട് എന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് പാസ്റ്റ് ആണെന്ന് മനസ്സിലാവുള്ളൂ. അവിടെ പാസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഡിഡ് ഉണ്ടായിരുന്നു. യു ഗോട്ട് ദ പോയിന്റ്? ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്. സോ അടുത്തതായിട്ട് എന്നൊരു എക്സാമ്പിളും കൂടി, നിങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചോ? ഓക്കെ, സോ നിങ്ങൾ പ്രഭാത ഭക്ഷണം കഴിച്ചോ? ഇത് സിമ്പിൾ പാസ്റ്റിലാണ് ഉത്തരം നൽകുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് രണ്ട് രീതിയിൽ ഉത്തരം പറയാൻ പറ്റും. പ്രസന്റ് പെർഫെക്റ്റ്ലി ഉത്തരം പറയാൻ പറ്റും, പക്ഷെ ഇവിടെ സിമ്പിൾ പാസ്റ്റിലാണ് ഉത്തരം നൽകുന്നത്. ഓക്സിലറി ഡിഡ് ആണ്. ഓൾറൈറ്റ്, സോ ആദ്യം നമ്മൾ ഡിഡ് കൊണ്ടുവന്നു, അതിനുശേഷം യു ഹാവ്. കണ്ടോ, ഹാഡ് അല്ല ഹാവ് ആണ്, V1 ഫോം ആണ്. യുവർ ബ്രേക്ക്ഫാസ്റ്റ്, ഡിഡ് യു ഹാവ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഡ് ഉണ്ടെങ്കിൽ ഡിഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V1 ഫോം ആണ്. ഡിഡ് യു ഹാഡ് എന്ന് ചോദിക്കരുത്. ഓക്കെ, അതിൻ്റെ ആവശ്യമില്ല, കാരണം ഡിഡ് തന്നെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇത് പാസ്റ്റ് ടെൻസ് ആണെന്ന്. അതിനുശേഷം വീണ്ടും V1 ഫോമിനെ V2 ആക്കേണ്ട ആവശ്യമില്ല. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട്. എ ലോട്ട് ഓഫ് പീപ്പിൾ മേക്ക് മിസ്റ്റേക്സ് ഇൻ ദിസ് കൈൻഡ് ഓഫ് സെന്റൻസസ്. അപ്പോൾ ജോണി ഉത്തരം നൽകി, നോ ഐ ഡിഡ് നോട്ട് ഹാവ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഇല്ല, ഞാൻ പ്രഭാത ഭക്ഷണം കഴിച്ചില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സബ്ജക്റ്റ് പ്ലസ് ഡിഡ് നോട്ട് പ്ലസ് V1 ഫോം ഓഫ് ദ വേർബ്. ഓക്കെ, നമ്മൾ സിമ്പിൾ പാസ്റ്റ് നെഗറ്റീവ് ആക്കുമ്പോൾ ഡിഡ് നോട്ട് പ്ലസ് V1 ആണ്. അവിടെ ഡിഡ് ഉള്ളത് കൊണ്ട് പിന്നെയും നമ്മൾ V2 ആക്കേണ്ട ആവശ്യമില്ല. സോ മേക്ക് ഷുവർ ദാറ്റ് ഇൻ എ നെഗറ്റീവ് പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെന്റൻസ്, after did not you shouldn't use the V2 form, you should use V1 form. Okay, subject plus did not plus V1. I did not have, I did not write yesterday. ഞാൻ ഇന്നലെ എഴുതിയില്ല. I did not wrote yesterday എന്നല്ല, I did not write yesterday. Okay, അപ്പോൾ എവിടെയൊക്കെ ഡിഡ് വരുന്നോ ഈ സിമ്പിൾ ടെൻസിൽ അവിടെയൊക്കെ V1 ഫോം മതി. അത് എപ്പോഴും ഓർത്ത് വെക്കുക. ആൻഡ് പ്രാക്ടീസ് ഇറ്റ്, കീപ് പ്രാക്ടീസിങ്. അടുത്തതായി ടീച്ചർ ചോദിക്കുന്നു, നിങ്ങൾ പരീക്ഷയ്ക്ക് നന്നായി പഠിക്കുമോ? സോ ദ ക്വസ്റ്റ്യൻ ഇസ്, നിങ്ങൾ പരീക്ഷയ്ക്ക് നന്നായി പഠിക്കുമോ? സിമ്പിൾ ഫ്യൂച്ചർ ആണിത്.
അല്ലേ? പഠിക്കുമോ? സോ ദ ഓക്സിലറി ഷുഡ് ബി വിൽ. ഏതായിക്കോട്ടെ, സബ്ജക്റ്റ് പ്ലൂറൽ ആയിക്കോട്ടെ, സിംഗുലർ ആയിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, നമുക്ക് വേണ്ട ഓക്സിലറി വില്ലാണ്. സോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ നിയമപ്രകാരം വില്ലിനെ നമ്മൾ ആദ്യം പ്ലേസ് ചെയ്യണം, അതിനുശേഷം സബ്ജക്റ്റ് യു, അതിനുശേഷം സ്റ്റഡി, ഓക്കെ, V1 ഫോം, അതിനുശേഷം വെൽ ഫോർ ദ എക്സാം. സോ വിൽ യു സ്റ്റഡി വെൽ ഫോർ ദ എക്സാം. ഇവിടെയും നമ്മുടെ awesome എന്ന ഫോർമാറ്റ് വർക്ക് ചെയ്യും. Alright, so always think about this format in all of the simple tenses for yes or no questions. Okay, so നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ will plus subject plus V1 ഫോം ആണ് വേണ്ടത്. ഓക്കെ, സോ അതെപ്പോഴും ഓർമ്മിച്ച് വെക്കാം. ബേസ് ഫോം ആണ് വേണ്ടത് നമ്മൾ yes or no question ഫ്യൂച്ചറിനെ കുറിച്ച് ചോദിക്കാനും. ഓക്കെ, will plus subject plus V1 ഫോം. ഇവിടെ സ്റ്റഡി ആണ് വന്നത്. ഓക്കെ, സോ ഒബ്വിയസ്ലി ജോണി ഉത്തരം നൽകി. യെസ്, ജോണി മാത്രമല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് ഉത്തരം നൽകി. വി വിൽ സ്റ്റഡി വെൽ ഫോർ ദ എക്സാം. തീർച്ചയായിട്ടും ഞങ്ങൾ പരീക്ഷയ്ക്ക് നന്നായി പഠിക്കും. സോ അടുത്തതായി ടീച്ചർ ചോദിക്കുന്നു, നീ നാളെ നേരത്തെ വരുമോ? സോ ദ ക്വസ്റ്റ്യൻ ഈസ്, നീ നാളെ നേരത്തെ വരുമോ? ഇത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്, കാരണം നാളത്തെ കാര്യമാണ് പറയുന്നത്. സോ ആസ് വി നോ ദാറ്റ് സബ്ജക്റ്റ് ഏതും ആയിക്കോട്ടെ, വില്ലാണ് ഓക്സിലറി. സോ വിൽ പ്ലസ് യു plus come, V1 form, early tomorrow. Will you come early tomorrow? Awesome. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ will plus subject plus V1 ഫോം ആണ് വരേണ്ടത്. come ആണ് വന്നിട്ടുള്ളത്, കെയിമോ വേറെ ഒന്നുമല്ല, കമ്മിങ്ങോ ഒന്നുമല്ല, V1 ഫോം ആണ് വരേണ്ടത്. ഓക്കെ, comes വന്നിട്ടാണ്. അപ്പോൾ ജോണി ഉത്തരം പറയുന്നു, no, I will not come early tomorrow. I have to go to the hospital. ഇല്ല, ഞാൻ നാളെ നേരത്തെ വരില്ല, എനിക്ക് നാളെ ആശുപത്രിയിലേക്ക് പോകാനുണ്ട്. സോ ഇത് സിമ്പിൾ ഫ്യൂച്ചറിൽ നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കേണ്ട ഫോർമാറ്റാണ്. സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് നോട്ട് പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ നെഗറ്റീവ് സെൻറ്റൻസ് ആയി. ഐ വോണ്ട് എന്നും പറയാം, ഐ വിൽ നോട്ട് എന്നും പറയാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് എവ്രി വൺ.